ടി.ബി. മിനി എത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നിട്ടുള്ളത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ്. ഈ സമയത്ത് പോലും അരമണിക്കൂറിൽ താഴെ മാത്രമാണ് കോടതിയിൽ ഉണ്ടാകാറുള്ളത്. പലപ്പോഴും ഈ സമയത്ത് ഉറങ്ങുന്നതാണ് പതിവ്. വിശ്രമസ്ഥലം എന്ന രീതിയിലാണോ അഭിഭാഷക കോടതിയെ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നു. മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു. അതായത് നമ്മുടെ അതിജീവിത നടിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസിൽ കോടതിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ വക്കീൽ വെളിയിറങ്ങിയിട്ടാണ്, വക്കീലാണ് ഏറ്റവും കൂടുതൽ കോടതിക്കെതിരെ. കാരണം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള തെളിവുകളൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കോടതി തന്നെ വക്കീലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണല്ലോ. അവർ 10 ദിവസത്തിൽ താഴെയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതും അരമണിക്കൂറിൽ കൂടുതലൊന്നും വന്നിരിക്കാറുമില്ല. ഇരിക്കുന്ന സമയമൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ ആ കോടതിയിൽ വരുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ ആ വക്കീലിനെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് വിചാരണ കോടതി, അല്ലേ? അതായത് നമ്മളൊരു കാര്യം വ്യക്തതയോടെ ചെയ്തില്ലെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ദിലീപിനെതിരെയുള്ള പ്രൊപ്പഗണ്ടയാണ് ഇതെന്ന്. അതായത് ദിലീപിനെതിരെയുള്ള ഒരു കള്ളക്കേസായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുള്ള പല കാരണങ്ങളിലൊന്നാണ് ഈ വക്കീലിൻ്റെ ഞാൻ പറഞ്ഞില്ല, വക്കീലിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും അവരൊരു വക്കീലായിട്ട് ചിന്തിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദിലീപ് എന്ത് പറയുന്നു, ചാത്തൻ സേവയായിരുന്നു, ദിലീപിന് ചാത്തൻ സേവയുണ്ട്, അതാണ് ദിലീപിനെ കൊടുക്കാൻ പറ്റാത്തത്. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഇവർ വിളിച്ച് പറയുന്നത്. ഒരു ശാസ്ത്രീയ ബോധം എന്ന് പറഞ്ഞ ശാസ്ത്രീയ അറിവുണ്ട്, ഒരു വക്കീലാണെന്നുള്ള കാര്യം നമുക്കറിയാം, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അതിനുള്ള ബോധമില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യക്തിപരമായിട്ട്. എന്തൊക്കെയാണ് മമ്മൂട്ടീനെ ചീത്ത പറയുക. അതായത് ഒരാൾ ഒരു കേസ് കിടക്കുന്നത് ഇപ്പോൾ അനുകൂലിക്കുന്നവരും കാണും പ്രതികൂലിക്കുന്നവരും കാണും, അല്ലേ? എല്ലാവരും ഒരാളെ പോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവരെ മൊത്തം അധിക്ഷേപിക്കുക, മമ്മൂട്ടീനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ദിലീപാണെന്ന് വ്യക്തമായിട്ട് തെളിവുണ്ടെങ്കിൽ ഇവർ വാദിക്കേണ്ടതായിരുന്നു, സത്യമായിട്ട് വാദിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ കേസ് ഇങ്ങനെ ആയിപ്പോയാൽ ഒരു 50% ഉത്തരവാദിത്തം ഇവർ തന്നെയാണ്.